എന്തൊരു വ്യൂ ആണ്. നല്ല രസമുണ്ട്. ഇവിടെ മൊത്തം വഴി മൊത്തം കാണാം നമുക്ക് അങ്ങ് വരെ. ഇങ്ങനെ നോക്കുമ്പോൾ വല്ല കടുവെല്ലാം കണ്ടെങ്കിൽ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ നല്ല വഴിയാണെന്നൊക്കെ പറഞ്ഞു വരികയും ഇപ്പോൾ നമ്മൾ ബോർഡ് കണ്ടു. ആന റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചു പോകണം. ഹായ് ഫ്രണ്ട്സ്. ഹായ്. അങ്ങനെ നമ്മളിന്നൊരു മൂന്നാർ ട്രിപ്പ് പോവുകയാണ്. നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം സമയം 8:30 ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ മിച്ചമുണ്ട്. കുഞ്ഞുമായിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ സമയം എടുക്കുമായിരിക്കും. പോകുന്ന വഴി കാണാൻ നല്ല രസമല്ലേ? പോകുന്ന വഴി കാണാൻ നല്ല രസമാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് നെടുങ്കണ്ടം, പൂപ്പാറ ആ ഒരു റൂട്ടാണ് പോകുന്നത്. ഉടുമ്പൻചോലൊക്കെ കറങ്ങിയപ്പോൾ നല്ല ഭംഗിയാണ് ആ റൂട്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല മൂന്നാർ. ആദ്യമായിട്ടാണ് പോകുന്നത്, ഇടുക്കി വന്നേപ്പില്. അപ്പം നമ്മുടെ റോഹൻ റയാനും ഒക്കെ ഉണ്ട് നമ്മളോടെ, പപ്പായ അമ്മയുണ്ട്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് പോകുന്ന വഴി കാണിച്ചു തരാം. വാ. അപ്പം നമ്മളിവിടുന്ന് കട്ടപ്പനയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇവിടെ 9 മണിയായി. ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെല്ലുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ ഇടയ്ക്ക് നിർത്തിയാണ് പോകുന്നത്. എല്ലാവരും വണ്ടിക്കകത്തുണ്ട്, ഫുൾ ലോഡാണ്. എല്ലാവരും ഒന്ന് കാണിച്ചാൽ പോന്നെ. എല്ലാവരും ബാക്കിൽ കൂടെ ഇരിപ്പുണ്ട്. റയാൻ, റോഹൻ. റയാനാണെങ്കിൽ നല്ല അടിപൊളി സീറ്റിൽ ഒറ്റയ്ക്ക് ബാക്കിൽ ഇരിക്കുക. അപ്പം നമ്മളിന്ന് നേരെ നെടുങ്കണ്ടം പൂപ്പാറ വഴിയൊക്കെയാണ് പോകുന്നത്. ഇവിടുന്ന് ആദ്യം നമ്മൾ കട്ടപ്പനയിൽ നിന്ന് പുളിയമല വന്നിട്ട് അവിടെ നിന്ന് നെടുങ്കണ്ടം, ഉടുമ്പൻചോല, പൂപ്പാറ അങ്ങനെയല്ല പോകുന്നത്. ആ റൂട്ടാണ് പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി വഴിയാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഞങ്ങളിപ്പം നെടുങ്കണ്ടമൊക്കെ കഴിഞ്ഞ് മൂന്നാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി ഒരു 58 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 1-2 പേർക്ക് ഛർദ്ദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ഇതേ നിൽക്കുന്ന ഒരാൾ, കുഞ്ഞൊക്കെ കുഴപ്പമില്ലാതെ വണ്ടിക്കകത്തിരിക്കുന്നു. പപ്പ ഇവിടെ നിൽപ്പുണ്ട്. ഇനി നമുക്ക് അധികം സമയമില്ലോ അല്ലേ അപ്പം? 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടല്ലോ അല്ലേ? ആ, 1 മണിക്കൂറുണ്ടല്ലേ. നല്ല വഴിയാണ് കേട്ടോ, നല്ല രസമുള്ള വഴിയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ലൊരു കരിക്കും കട കണ്ട്. അപ്പോൾ ഒന്ന് ഓരോ കരിക്ക് പിടിച്ചേക്കെന്ന് ഓർത്ത് വണ്ടി നിർത്തിയതാണ്. ഇഷ്ടം പോലെ കരിക്കുണ്ട് കേട്ടോ. ഡിസ്പ്ലേ ഒക്കെ കിട്ടേക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫോനെ കരിക്ക് പറഞ്ഞോ? ആ, അപ്പോൾ നമ്മൾ ഇതോടെ ഇപ്പോൾ പൂപ്പാറയല്ലേ, നമ്മൾ പൂപ്പാറ എത്താൻ പോകുന്നുള്ളൂ. പക്ഷെ നല്ല വ്യൂ ആണ്. ഈ മരങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ്. തേയിലത്തോട്ടും മരവും നല്ല രസമുണ്ട്. ആ സൈഡ് കണ്ടോ അവനെ, അടിപൊളിയല്ലേ. ഒട്ടും ചൂടും ഇല്ല കേട്ടോ, നല്ല ക്ലൈമറ്റാ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നിങ്ങളെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. പോകാൻ എങ്ങനെയുണ്ട്? നടന്നു പോകാൻ നല്ല രസം ഇതിനിടയിൽ കൂടെ ഒക്കെ അല്ലേ? ആ, ഈ മരങ്ങൾ ഇതെന്നെ മരം. അപ്പോൾ ഇത് ഈ നിൽക്കുന്ന മരങ്ങള് ഒരുമാതിരി മാന്റെ ഇതുപോലെ ഉണ്ടല്ലേ, മാനിന്റെ കൊമ്പ് പോലെ ഉണ്ടല്ലോ. ഭയങ്കര ഭംഗിയാ മരങ്ങൾ. പൂപ്പാറ ഇത് എന്നാ മരവാ? മറ്റേ നല്ല മാനിന്റെ കൊമ്പ് പോലെ ഉണ്ട്. ഇതാണോ പൂപ്പാറ സിറ്റി? കാറ്റാടി. ഇത് പൂപ്പാറ സിറ്റി ആണോ? ഇത് ടൗണ്? ഇവിടുന്ന് മുന്നോട്ട് കൊണ്ടോ തേയില. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട്, മരത്തിന്റെ പേരാ. ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാലേ ഇനിയുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഭംഗിയുള്ള സ്ഥലങ്ങൾ. നമ്മൾ തമിഴ്നാടൊന്നും ആയില്ലല്ലോ. തമിഴ്നാട് വഴിയൊന്നുമല്ല, നമ്മള് ഇടുക്കി തന്നെയാണ്. പിന്നെ ഇപ്പൊ തമിഴ് ബസ് വന്നു. അത് തമിഴ്നാട്ടിലേക്ക് ഇവിടുന്ന് വണ്ടിയുണ്ട്, ബോഡിമെട്ടൊക്കെ പോകുന്ന വണ്ടിയുണ്ട്. അപ്പം അടിപൊളി വ്യൂ ആണ് ഇവിടെ എല്ലാം. ഈ രണ്ട് സൈഡിലും തേയില മരങ്ങൾ കേട്ടോ. നോക്കി, ആ മരങ്ങളുടെ താഴത്തെല്ലാം മുറിച്ച് കളഞ്ഞാന്ന് തോന്നുന്നു. ആ ഷേപ്പ് നിർത്തിയേക്കുന്നതാണ്. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഭയങ്കര രസം. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലേക്കായിരുന്നു കുറച്ചുകൂടെ വ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ രാജാക്കാട്. ആ, ഇങ്ങോട്ട് തേയില കഴിഞ്ഞോ? വരാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, നല്ല വഴിയാണ് കേട്ടോ. കുറെ റൂംസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ഇനി വ്യൂ ഉണ്ടോന്ന്. നമ്മുടെ കുഞ്ഞിറങ്ങി, പുറകെ പപ്പായ അമ്മയൊക്കെ ഇരിക്കുന്നു. ഏറ്റവും പുറകിലാണ്. അപ്പൊ ഏല നിൽക്കുന്നു ഇവിടുത്തെ. ഇല്ലല്ലോ.
ഇവിടെ ഫാം ഫ്രഷ് സ്പൈസസ് സാധനം വാങ്ങിച്ചിട്ട് പോകാം. സ്പൈസ് ഗാർഡൻ ടൂർ ഉണ്ട്, നമുക്ക് അവരുടെ എസ്റ്റേറ്റിൽ കൂടെ പോകാം. ഇമ്മച്ചൻ പറഞ്ഞ കട എവിടെയാ? മറ്റേ പല ടൈപ്പ് ടീ കിട്ടുന്ന കട. അത് ടാറ്റയുടെ നമുക്ക് ടീ ഫാക്ടറി ടൂറിന് കയറാം. കുറച്ച് മുന്നിലല്ലേ അപ്പം? അവിടെയൊക്കെ നമുക്ക് പോയി കയറാം. അപ്പം നമ്മൾ നല്ല വഴിയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ വരികയും ഇപ്പം നമ്മൾ ബോർഡ് കണ്ടു, ആന റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചു പോകണം. ആനയ്ക്ക് വേണ്ടിട്ട് എത്ര വിശാലമായ വീതിയിലിട്ടേക്കുന്നു തോന്നുന്നു. കണ്ടു കഴിഞ്ഞാൽ നോർമൽ ഏലക്കാട് എസ്റ്റേറ്റ് ഒക്കെ ആണല്ലോ. അപ്പം ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ആനകളുടെ സ്വതന്ത്ര കാലത്ത് തടസ്സപ്പെടാതിരിക്കുകയാണല്ലേ. പിന്നെ ആന വരുന്നതാണ്, ആനക്കാട് തന്നെയാണ്. അതെ അല്ലേ, നിർമ്മാണം ഉണ്ടല്ലോ ഇവിടെ എല്ലാം. ആന ഉള്ളത് തന്നെ. ആ അതെ, ശരിക്കും ആന വരുന്ന സ്ഥലമാണ്. നല്ല ഏർമാട് എന്തുവാ? മരത്തിന് മേളില് വീടുണ്ടാക്കുന്നത്, മറ്റേ ട്രീ ഹൗസ്. അതെന്തിനാ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്? രാത്രി ഇതെല്ലാം നോക്കാൻ വേണ്ടി ആന ആക്രമിക്കുമല്ലോ അതിന് മേളിൽ കയറിയിട്ട്, അതിന് വേണ്ടിയാണ് ഏർമാടം. മരത്തിന്റെ മണ്ടയിൽ ഇങ്ങനെ വീടുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം വാച്ചർമാർക്കൊക്കെ തോട്ടമൊക്കെ രാത്രി നോക്കാൻ വേണ്ടി ആനയെ നോന്നാൽ പെട്ടെന്ന് ആക്രമിക്കുമല്ലോ, അതിനുവേണ്ടി ഇതിലെല്ലാം ഏർമാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല വഴിയാ കേട്ടോ, നല്ല വഴി. ഇതിലെ പണ്ടേ വരേണ്ടതായിരുന്നു അല്ലേ. എങ്ങനെയാണ് ഈ ഹയർ ഇടുക്കിയുടെ ശരിക്കുള്ള സൗന്ദര്യം ഇവിടെ വന്നപ്പോഴല്ലേ കിട്ടിയത്? ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടല്ലേ വരുന്നത്? ഇതുവരെ വന്നിട്ടില്ല മൂന്നാർ. ഞാൻ ഒത്തിരി നാൾ കൂടിയാ മൂന്നാർ വരുന്നത്. നോക്കിയേ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇത് അങ്ങോട്ട് മഞ്ഞുണ്ട്, വെള്ളവും മഞ്ഞും. ആ താഴെ കാണുന്നതാണ് ആനയിറങ്കൽ ഡാം. അതെ, ആണോ? നമുക്ക് വേണം വണ്ടി സൈഡിലേക്ക് നോക്കിയിടണോ? വേണ്ട, നല്ല വ്യൂ ഉണ്ട് എസ്റ്റേറ്റ് ഒക്കെ കാണാനായിട്ട്. നല്ല വഴിയാണ്. ഇത് ഇത്രയും ചൂടായിട്ടും കേരളത്തിൽ ഇവിടെ ഇപ്പോഴും മഞ്ഞ് കാണാം കേട്ടോ മേളില്. നല്ല മഞ്ഞുണ്ട് കേട്ടോ ഇങ്ങോട്ട്. എന്തോ ഡാമിന്റെ അടുത്ത് കൂടെ നമ്മുടെ വീട്ടിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മറ്റേ ഇതുപോലെ അല്ലേ, ഫോഗായിരുന്നു വീടിന്റെ അവിടെ. ഇപ്പൊ ചൂടായി അവിടെ. ഇങ്ങോട്ട് ഇറങ്ങി പോലെ വണ്ടിയായിട്ട് വേണമെങ്കിൽ ആനയിറങ്ങൽ ഡാമിലേക്ക് പോകണമെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ പോയാല്. ഇവിടെ അതേ സെയിം മരമാണ് ഏർമോളെ. ഇത് നോക്കിയാമേ, ഇതുകൊണ്ട് ഏർമോളെ ലുക്ക് ഉണ്ടോ അതിന്റെ? ഭയങ്കര ഭംഗിയാട്ടോ, ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മണിക്കൂർ ആയില്ല. അവിടുത്തെ സ്ഥലം ഒന്നും കാണത്തോലില്ല, ഫോഗാണ് ഫുള്ള്. കണ്ടില്ലേ, അത് തിരക്കും കുറവാണ്, നല്ല രസമുണ്ട് കാണാൻ. സൺഡേ ആയതുകൊണ്ട് തിരക്കില്ലാത്ത അടിപൊളിയാണ് കേട്ടോ. അവിടെയൊക്കെ എന്ത് ഭംഗിയാ കാണാൻ. പൊന്നേ, എന്തൊരു വ്യൂ ആണ്. ആഹാ, നല്ല രസമുണ്ട്. ഇവിടുന്ന് മൊത്തം വഴി മൊത്തം കാണാം നമുക്ക്, അങ്ങ് വരെ, അങ്ങ് അറ്റം വരെ കേട്ടോ. ഓ, സൂപ്പർ ആയിട്ടുണ്ട്. ഇതേ വഴി പശുക്കൾ നിൽക്കുന്നു. ഇവിടുന്ന് വെച്ചിട്ട് ഡ്രോൺ വ്യൂ ഭയങ്കര ഭംഗിയായിരിക്കും. നമുക്ക് ഇവിടെ ഡ്രോൺ പറപ്പിക്കണമെന്നാണ് അപ്പൊ പറയുന്നത്. ഇച്ചിരി കഴിഞ്ഞിട്ട് മതി അല്ലേ? അമ്മേ, ശരിക്കും മഞ്ഞാണ് ഇതിലെല്ലാം. എല്ലാരും അങ്ങോട്ടാ മഞ്ഞാണല്ലോ ഫുള്ള്. റേന ഇഷ്ടപ്പെട്ടോ? നല്ല വ്യൂ അല്ലേ? ആ സൈഡ് ഫുള്ള് മഞ്ഞാണ് ഈ വെയിലത്തും. എല്ലാരും കാണാൻ ഇറങ്ങുക. ഇപ്പോഴല്ലേ എല്ലാരും മൂന്നാറിലേക്ക് വരുന്നതിന്റെ കാര്യം മനസ്സിലായത്. പുറത്തുനിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നല്ലേ. അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. എന്റെ അമ്മേ, അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ ക്യാമറാമാൻ റോഹൻ കുട്ടൻ വളരെ കഷ്ടപ്പെട്ട് കിടന്ന് വീഡിയോ പിടിക്കുകയാണ്. ഇതിനിടയിൽ ഓറഞ്ച് മരം ഉണ്ടെന്ന് പപ്പ പറയുന്നുണ്ടോ? പിന്നെ അത് പറിച്ചു കഴിഞ്ഞാൽ അവർ തലം വരും. ഈ വഴിയിലെ വ്യൂ നോക്കിയേ, അടിപൊളി കേട്ടോ. എന്റെ അമ്മേ, സൂപ്പർ. നമുക്ക് ഇവിടെ നിർത്താം അല്ലേ? എവിടെയാ നിർത്തണ്ടേ? ഈ വ്യൂ തീരുന്നതിന് മുമ്പ് നിർത്തണമല്ലോ. പപ്പ പറഞ്ഞു ഞങ്ങളെ പറ്റിച്ചെന്ന് തോന്നുന്നു. ഇതിലും നല്ല സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വ്യൂ തീരാറായി. നമുക്ക് കുറച്ചുകൂടെ മാറിയേ
ഒരു ഡ്രോൺ ഷോട്ടിന് പറ്റിയ സ്ഥലത്ത് നമുക്ക് നിർത്താം. ആഹാ കാണാമായിരുന്നു. ഇതിപ്പം കുറച്ച് മലനിരകളായി ഇങ്ങോട്ട്. പക്ഷെ കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അത് ഇത്ര ഈ വെയിലത്ത് ഇത്ര പച്ചപ്പ്. അവിടെയായിരുന്നു നല്ല രസം കാണാൻ. ഞാൻ വരുന്ന വഴി അവിടെയായിരുന്നു. അവിടെ ഭയങ്കര ഭംഗിയായിരുന്നു. ഇതെല്ലാം ഓറഞ്ചാണ് നിൽക്കുന്നത് അല്ലേ? അത് നിൽക്കുന്നത് ഓറഞ്ച്, ഫുൾ ഓറഞ്ചാണ് നിൽക്കുന്നത് അല്ലേ? എന്ത് രസമല്ലേ സൂപ്പർ. ഒരു വാവ് ഫീൽ വന്നത് ഇപ്പോഴാണ്. എന്ത് ഭംഗിയാണ്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. അതെ. എത്ര നാളായി ഇങ്ങോട്ട് വന്നിട്ട്? ഞാൻ വന്നിട്ട് ഒത്തിരി വർഷമായി, ഒരു 10 വർഷത്തിന് മേളിലായി. ഞാൻ മൂന്നാർ വന്നിട്ട് ഒരു 10 വർഷമായി. പോകൂട്ടാ. ആ യെസ്, ശരിയാ, 10 വർഷമല്ല. അത് കഴിഞ്ഞ് ഒന്നുകൂടെ വന്നായിരുന്നു. അമ്മയും പപ്പായും ഞാനും എല്ലാം കൂടി ഒന്നുകൂടെ വന്നായിരുന്നു. അതെ അതെ അതെ. ഇത് നല്ല വ്യൂ ആണ് ഇവിടെ. ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് വണ്ടി നിർത്തി. ഞങ്ങളൊരു വ്യൂ പോയിന്റ് വണ്ടി നിർത്തി. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. പക്ഷെ കുറച്ച് വെയിലുണ്ട്. പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെ നിന്നൊരു നല്ല വ്യൂ ആണ് ഈ കാണുന്നത്. ഒന്നും പറയല്ല കേട്ടോ, ഇത്രയും സൂപ്പർ ഒരു വ്യൂ. അടിപൊളിയാണ്. പിന്നെ അങ്ങേയറ്റത്ത് നമുക്ക് ആനിറങ്കൽ ഡാമിൻ്റെ ഒരു വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് വെയിലുണ്ടെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു വെയിലത്ത് നല്ല പച്ചപ്പും. അപ്പുറത്തെ മല ഇങ്ങനെ ഫുള്ള് മഞ്ഞല്ലേ റോങ്ങൂട്ടാ? ഓൻ ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ഡ്രോൺ ഷോട്ട് എടുക്കണം. ഞാൻ അതിന് പറ്റിയൊരു സ്ഥലം നോക്കി നടക്കുക. അല്ല മോനെ? ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഡ്രോൺ പറത്തി. നിങ്ങൾക്ക് ഡ്രോൺ ഷോട്ടൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല വെയിലായതുകൊണ്ട് അധികം നേരം പറത്തിയില്ല. ഇനി കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ പോയി നോക്കാം. പോനെ, നമ്മൾ മുമ്പേ ഒരു വണ്ടി കിടക്കുന്നുണ്ടല്ലേ താഴെ നിന്ന്, അങ്ങ് മലയുടെ മേളിൽ. അതാണിത്. ഇതല്ലേ? ആ, ഇത് നോക്കി. ഇവിടെ എല്ലായിടത്തും വണ്ടികൾ നിർത്തിയാണ്. എവിടെയും വ്യൂ പോയിന്റ് ആണല്ലോ. എൻ്റെ അമ്മ, റൈറ്റ് സൈഡ് നോക്കിയേ. ഇത് കണ്ടോ? ചായക്കട ഇട്ടിട്ട് നമുക്ക് വിടാമല്ലോ ഒരു വ്യൂ പോയിന്റ്. ഇവിടെ ഇരുന്നാൽ മതി, നല്ല രസമല്ലേ? ഓ, നമ്മളത് താഴെ ആനയിറങ്ങൽ ഡാം. തിരുമല നമ്മൾ എന്തായാലും ഹൈറ്റിലാന്ന് നോക്കിയപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി. ഇതേ ബൈക്ക് വരുന്നു. ഇതേ ബൈക്കുകൾ. ഞങ്ങളിവിടെ നിർത്തി കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ച് വണ്ടി ഇവിടെ സൈഡിലൊക്കെ പാർക്ക് ചെയ്ത്. ഫുള്ള് ബൈക്കേഴ്സാണ് കേട്ടോ. ഇവരെല്ലാം ഇതിലെ പറപ്പിക്കുകയാണ്. വല്ലാത്ത രീതിയിൽ ബൈക്കുകൾ വരുന്നുണ്ട്. പപ്പാ സൂക്ഷിച്ച് നിന്നു. ഭയങ്കരമായ ബൈക്കേഴ്സിൻ്റെ അഭ്യാസങ്ങളാണ് കാണുന്നത്. താഴേക്കുള്ള വ്യൂ നിങ്ങളെ ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോൾ. ഇത് ഒരാൾ ഇവിടെ നിന്നിട്ട് മാങ്ങ കഴിക്കുന്നു. സോയിക്കൊച്ചു വേണ്ടി നോക്കുന്നു. പപ്പാടെ ഇരിക്കുന്നു ഇഷ്ടം പോലെ മാങ്ങ. ഓക്കെ, സൈഡ് ഫുള്ള് പാറ പൊട്ടിച്ചേക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇവിടെയാണ് നല്ല ഇടിഞ്ഞു വീണത് പാറ. ആണോ? ഫുള്ള് താറാണ്ടേ. ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നു. 5 ഡോർ താറ്. ഇങ്ങനെ ടെസ്റ്റ് നടത്തുന്നു വണ്ടി. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി അവർ മാർക്കറ്റിൽ ഇറക്കിയിട്ടില്ല. അപ്പം അതിന് മുമ്പ് ആരെയും കാണിക്കുമല്ലോ ലോഞ്ചിന് മുമ്പ്. അപ്പം ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ ഫുൾ കളറൊക്കെ മാറ്റി ഇതുപോലെ
നല്ല പോക്കാല്ല വണ്ടികളൊക്കെ ഇതിൽ. പപ്പ എനിക്ക് വീണ്ടും ഒരു കൈതച്ചൊക്കെ വന്നു. പൈനാപ്പിൾ അയ്യോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് വീണ്ടും മുന്നോട്ട് പോവാണ്. അപ്പോൾ നമ്മളൊരു കണ്ണൂർ മൂന്നാർ KSRTC കണ്ടു. ഇതിൻ്റെ പോലെ ഫുള്ള് പാറ വെച്ചിരുവാണ്. എവിടെയാണ് നമ്മൾ വണ്ടി കഴിഞ്ഞത്? വന്നു നമ്മൾ വെയിലത്തുനിന്ന് നേരെ ഫുൾ മഞ്ഞത്തൊക്കെയാണ് അവിടെ. വഴി നീളെ ഫുള്ള് കടകളാണ്. പശുവുണ്ട്, ആൾക്കാരുമുണ്ട്. ഞങ്ങളുടെ ചോളമൊക്കെ ഈ പശുക്കളെയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ആരാണോ ഇറക്കി വിട്ടേക്കുന്നത്? വൈൽഡ് ലൈഫ് ക്രോസിംഗ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. അത് നിങ്ങൾക്കറിയാം, അത് നിങ്ങളുടെ സ്ഥലമാണ്. ഇത് വൈൽഡ് ലൈഫ് അല്ല, ഇത് നാടൻ പശുവാണ്. തൊപ്പികൾ, പലതരത്തിലുള്ള തൊപ്പികൾ, കണ്ണാടികൾ. നല്ല രസമുണ്ടല്ലേ? ആ റൈറ്റ് സൈഡ് നോക്കി. ഓഹ് എൻ്റെ അമ്മേ, സൂപ്പറാണ്. നമ്മളിപ്പോൾ ഇടുക്കിയിലെ ആദ്യത്തെ ടോൾ പ്ലാസ വന്നിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ എങ്ങനെയാ? നമുക്ക് ഇവിടെ ടോൾ ഉണ്ടോ അപ്പോൾ? അതോ നമ്മളപ്പോൾ ഇടുക്കിയിലെ ഫസ്റ്റ് ടോൾ പ്ലാസയാണ്. ഇപ്പോൾ ഇത് ഫ്രീ ആണ്. മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഫ്രീ ടോൾ പ്ലാസ. ആ മഹേന്ദ്ര താർ എങ്ങനെ ഉണ്ടോ അങ്ങോട്ടാ? സൂപ്പറാ. റൂഫൊക്കെ മാറ്റി. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. സോറി, ഇടയ്ക്കത്തെ വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഫോണിൻ്റെ ചാർജ് അൺഫോർച്ചുനേറ്റ്ലി തീർന്നു പോയിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ഫോണിന് ചാർജ് ചെയ്യാൻ പറ്റിയത്. നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൽ നിന്ന് പിന്നെ നമ്മൾ അരമണിക്കൂർ ലക്ഷ്മി എസ്റ്റേറ്റ് കട കാട്ടിക്കട ഓഫ് റോഡ് ആണെന്ന് ചോദിച്ചാൽ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ആ വീഡിയോസ് കൂടി ഇന്നത് ഉൾപ്പെടുത്താം. അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്ന അവിടുത്തെ വീഡിയോസ് ആയിരിക്കും. നമ്മൾ മാങ്കുളം ആനക്കുളം ആ റൂട്ട് കയറി വന്ന് ഇവിടെ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ അടുത്തുള്ള എലിക്സർ ഹിൽസ് എന്ന് പറയുന്ന റിസോർട്ടാണ്. നമ്മൾ ശരിക്കും കൂരാക്കൂരിട്ടിൽ കൊടും കാട് നടക്കുകയാണ് അല്ലേ? ഇതിൽ ആനയെല്ലാം ഇറങ്ങി വരുന്നതാണ്. നമ്മൾ വരുന്ന വഴിക്ക് ശരിക്കും ആനക്കുളം മാങ്കുളം ഒക്കെ ഭയങ്കര പോപ്പുലർ സ്ഥലമാണ്. അവിടെ സ്ഥിരമായിട്ട് ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിലേക്ക് ആനയും കാട്ടുപോത്തും മാനും ഒക്കെ വരുന്നതാണ്. കാണിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇത് കൊള്ളാമല്ലോ, കാണാം. പപ്പായും അമ്മയും സെയിം റൂമിൽ അപ്പുറത്തുണ്ട്. ആ, ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ടോയ്ലറ്റ്, 2 ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഷവറുണ്ട്. ഇവിടെ നമ്മുടെ റോഹൻ റേനും നമ്മുടെ ബെഡ്റൂം. ആ, നല്ല രസമുണ്ടോ ഫാൻ കാണാൻ? എന്താ ഇവിടെ? ആ, നല്ല സോയിക്കോട്ടെ നോക്കിയിരിക്കുക. ശരിക്കും ഇതിൽ ആന വരാറുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. നല്ല ഒന്നാം തരം കാടാണ് ഇത് കാണുന്നത്. നല്ല റൂമാണ്. അപ്പോൾ ഇതിൻ്റെ പുറമൊക്കെ നിങ്ങളെ ഞങ്ങൾ പെട്ടെന്ന് കാണിക്കാം. ആ, ഇവിടെ രണ്ടാമത്തെ ടോയ്ലറ്റ്, 2 ടോയ്ലറ്റാണ് ഉള്ളത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തെ വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ? ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സ്പാ ഉണ്ട്, ജിമ്മുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്,
നേച്ചർ വാക്ക് ഉണ്ട്, താഴെ ഒരു കേവ് ഉണ്ട്, കേവ് വാട്ടർഫോൾസ് എല്ലാം ഉണ്ട്. ഇവിടെ ഉണ്ട് എല്ലായിടത്തും വെയിലാണ്, ഇവിടെ നല്ല മഴയാണ്, നല്ല തണുപ്പുണ്ട്, മഴയുണ്ട് ഇവിടെ. കൊള്ളാം, മൊത്തത്തിൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. റോയനെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണ്. പിന്നെ വണ്ടിയായിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വീതി കുറഞ്ഞ കുഞ്ഞൊരു വഴിയാണ്, പക്ഷേ ഓഫ് റോഡല്ല, നല്ല രസമാണ്. പക്ഷേ ഒരു വണ്ടിക്ക് പോകാനുള്ള ഒരു വീതിയൊക്കെ ഉള്ളൂ, സൂക്ഷിച്ച് പോന്നാൽ മതി. അങ്ങനെയൊക്കെ ആയിരിക്കണം. അതെ, അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് നമ്മുടെ റൂം. ശരിക്കും ഇത് ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഇവിടെ വരെ വണ്ടി ഇങ്ങനെ വരും, അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ഉണ്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന്. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ഡ്രൈവാണ്, സൂക്ഷിക്കണം എന്നേ ഉള്ളൂ അല്ലേ. റിസോർട്ടിൻ്റെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ റോനെ അല്ലേ. കാടിനകത്ത് ഇങ്ങോട്ടെല്ലാം കാടൊക്കെയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മുടെ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിക്കാം അല്ലേ. ശരിക്കും ഇങ്ങോട്ടാണ് റിസപ്ഷൻ, ഈ സൈഡിലാണ് റിസപ്ഷൻ. സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അതെ അല്ലേ. അപ്പോൾ ഈ സൈഡിലാണ് റിസപ്ഷൻ. പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു വഴി നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അവനെ. പിന്നെ താഴെ വാട്ടർഫോൾസ്, കേവ്, പ്ലേ ഏരിയ എല്ലാം ഉണ്ട്. നമുക്ക് ജസ്റ്റ് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ആ സൈഡിലേക്ക്, റെസ്റ്റോറൻറ്റ് സൈഡിലേക്ക് പോയിട്ട് വരാം. നല്ല രസമുണ്ട് വഴിയാണ്, അടിപൊളി. ചെറുമോളും കുഞ്ഞും റൂമിലിരിക്കുകയാണ്, അവരിപ്പോൾ വരും അല്ലേ. അപ്പോൾ നോക്കാം, കേവിന് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് കാണിക്കാം അല്ലേ. കേവ് വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. വാട്ടർഫോൾസ് വെള്ളം ഇല്ലെന്നാ കേട്ടോ ഇപ്പോൾ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയും മോനെ, നമ്മുടെ കട്ടപ്പന ഈവൻ ഹൈ റേഞ്ചറായിട്ട് പോലും നമുക്ക് അവിടെ ചൂട് വെയിലും ഉണ്ട്. ഇവിടെ എല്ലാ സൂക്ഷിക്കും മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയുണ്ട്, തണുപ്പുണ്ട്. ഇവിടെയാണ് ഇവരുടെ പൂള്. നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം. ഇതാണ് ഇവിടുത്തെ പൂള്. എല്ലാവരും പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് ചാടുവാണെന്ന് തോന്നുന്നല്ലേ. താഴെ ഫുള്ള് കാണാമല്ലോ മോനെ. ഒരു ഇൻഫിനിറ്റി പൂൾ സെറ്റപ്പാണ്. ബട്ട് ഇൻഫിനിറ്റി പൂൾ ആണോ ചോദിച്ചാൽ ആണ്, എന്നാൽ അല്ലേന്ന് ചോദിച്ചാൽ അല്ല അല്ലേ. താഴെ ഫുള്ള് കാട് അല്ലേ. ഇവിടെ ജിമ്മ്, ഇതാണ് ജിമ്മ്. അയ്യോ അത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. മറ്റേ പേപ്പറിൽ എഴുതിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇത് ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങോട്ടുള്ള ജിമ്മുണ്ട്, ജസ്റ്റ് ഇരിക്കാനുള്ള ഇവിടെ ഇതുണ്ട്. ഇത് നല്ല രസമുണ്ട് ഇവിടെ ഒന്ന് ഇരിക്കാനല്ലേ. നമുക്ക് ശരിക്കും കാടിന്റെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കാൻ പറ്റും. ഇവിടെ റൂംസാണ്, റൂമുള്ള കോഫി കുടിച്ചിരിക്കാം. ഇതെന്താ വലിയ ശബ്ദമൊക്കെ കേൾക്കുന്നത്? സെൻട്രലൈസ് എ സിയുടെ ശബ്ദമാണ്. ഇത് നോക്കിയാൽ നല്ല ഒന്നാം തരം കാടാണ് കേട്ടോ, ഭീകരമായ കാടാണ്. ഇതൊക്കെ ആനയൊക്കെ പോകാറുണ്ടെന്ന് അവർ പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, റൂമിൽ ചെന്നിട്ട് കുഞ്ഞിനെയും ചെറുമോളെ കൂട്ടി നമുക്ക് കേവ് കാണാൻ പോകും അല്ലേ. ഞങ്ങൾ ചെറുമോളും കുഞ്ഞും എല്ലാം കൂട്ടി നമ്മൾ വീണ്ടും സ്വിമ്മിംഗ് പൂളിലേ റോഹൻ അറിയാനും സ്വിമ്മിംഗ് പൂളിൽ ചാടുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഇറങ്ങിയതാണ്. എനിക്കെന്തോ ഇറങ്ങാൻ തോന്നുന്നില്ല. താഴേക്കൊന്ന് പോയി നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ പൂക്കൾ. ഞങ്ങൾ ഈ വഴി ഒന്ന് വന്നായിരുന്നു കുറച്ച് മുമ്പ്. ചെറുമോളെ കൂട്ടിക്കൊണ്ട് ഒന്നുകൂടെ വരുന്ന. അവിടെ കാണാൻ നല്ല രസമുണ്ടല്ലോ. നമുക്ക് അതിനകത്ത് ഒന്ന് കയറണേ. ആ ബിൽഡിങ്, റിസപ്ഷൻ്റെ സ്ഥലം കാണാൻ നല്ല രസമാണ്. വാ, ഞങ്ങൾ പൂളിലെത്തി. ആദ്യം തന്നെ വലിയ പുളി ചാടാൻ നിൽക്കുകയാണ് മോളെ. ആദ്യം ചെറിയ പുളി ചാടി നോക്കിയിട്ട് മതി. ആ അത്രേ ഉള്ളോ? അത് പോരെ, അപ്പുറം ചാടണോ? അപ്പുറത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചാടിയാൽ മതി. കോഴിക്കോട് അവിടെ തൊപ്പിയൊക്കെ വെച്ച് അടിപൊളിയായിട്ടിരിക്കുന്നു. നമ്മൾ തൊപ്പി വെച്ചു. ഫുള്ള് കാടാണ്ടോ ഇവിടെ, നല്ല വ്യൂ അല്ലേ ഇവിടുത്തെ. വല്ല ജീവി ഇങ്ങനെ നോക്കുമ്പോൾ വല്ല കടുവെല്ലാം കണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ട് ഇവിടെ നിന്ന് കാണും, ഫോട്ടോ എടുക്കും. താഴെ അങ്ങനെയല്ല കാണാൻ പറ്റുമോ? നല്ല ഓപ്പർച്യൂണിറ്റി. പെട്ടെന്ന് ഓടി വീട്ടിനകത്ത് കയറാം. അത് ഭയങ്കര മലയും കാടുമാണ് അങ്ങോട്ട്. ആന ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഫുള്ള് മഞ്ഞാ, ഭയങ്കര ഫുള്ള് മഞ്ഞാണ്. ആ മേളിലേക്ക് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഫുള്ള് മലയും മഞ്ഞുമാണ്. അവര് പറഞ്ഞത് ശരിക്കും രാത്രിയിൽ ഇതിലെ മറ്റേ ആനയൊക്കെ പോകുന്ന കാണാൻ പറ്റും നമുക്ക്.
12 3 മണി വരെ മൃഗങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇവരുടെ എസ്റ്റേറ്റ് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ അല്ലേ? നല്ല അങ്ങോട്ടുള്ള ഡ്രൈവ്. ഡ്രൈവ് പിന്നെ അടിപൊളിയാണ്. ഡ്രൈവാണ് ഏറ്റവും രസം. ഒരു വണ്ടി ഉള്ളെങ്കിൽ കുഴപ്പമില്ല, 2 വണ്ടി വരുവാണെങ്കിൽ ആവശ്യം. വീതിയില്ലല്ലോ. ഇവിടെ നിന്നുള്ള ഒരു നൈറ്റ് വ്യൂ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ താഴേക്ക് ഒരു കേവുണ്ട്. ഞങ്ങൾ ഇറങ്ങിയാലോന്ന് ഓർത്ത് എന്താ, പക്ഷേ രാത്രി ഇരുട്ടാൻ തുടങ്ങി. കാണാൻ ഞങ്ങൾ ഇറങ്ങുന്നില്ല. എന്താ പറയാനേ, നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണം. കാടിൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ റിസോർട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇത് ആനക്കുളം മാങ്കുളം ഏരിയയുള്ള റിസോർട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം ഫുൾ ഫോറസ്റ്റാണ് ഇതിന് ചുറ്റും. മൊത്തം കാടിനടുക്ക് ഒരു റിസോർട്ട്. വേറെ ഒരു പ്രസ്ഥാനമില്ല ഇവിടെ അടുത്തൊന്നും. പിന്നെ ഇവിടെ നമുക്ക് മൂന്നാർ എത്തണമെങ്കിൽ ഒരു അരമണിക്കൂറല്ല 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പം ചുറ്റും കാടാണ്, കണ്ടില്ലേ? അപ്പം ഇവിടെ നിന്നൊരു ഡ്രോൺ ഷോട്ട് എടുത്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഡ്രോണൊന്ന് പറത്ത് നോക്കാം, ചുറ്റും എന്താണെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഷോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നത്. കണ്ടില്ലേ, ഫുള്ള് കാടാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. ചുറ്റും കാടിനടുത്ത് ഈ ഒരു റിസോർട്ട് മാത്രം. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. വാ. അപ്പോൾ നമ്മൾ മോർണിംഗ് എണീറ്റ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നല്ല അടിപൊളി 1-2 ഡ്രോൺ വ്യൂസൊക്കെ എടുക്കാൻ പറ്റി. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പോയി നോക്കാം. ഇത് അവിടെ ഒരു പഴയ കാർ കിടക്കുന്നുണ്ടോ ചെറുമോളെ? അത് ശരിക്കും ഒറിജിനൽ പഴയ കാർ തന്നെയാണ്. ഇതെല്ലാം ഉണ്ട്. പണ്ടത്തെ പോലത്തെ ഹോണും ഗിയറും എഞ്ചിനും എല്ലാം ഉള്ള വണ്ടിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ
ഇവരുടെ ഒരു കേവും ഇവരുടെ തന്നെ എന്തോ ഒരു നേച്ചർ വോക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം, അവിടെ എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് അങ്ങോട്ടുള്ള വഴിയല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടെ കേവ് കണ്ടിട്ട് വരാം. ബാ, താഴേക്ക് പോകാം. ബാ, അമ്മയ്ക്ക് പാടായിരിക്കുമോ? ഈ വഴി കാണാൻ നല്ല രസമുണ്ടല്ലോ, കല്ലൊക്കെ പാതി അല്ലേ? ഇത് ഫുള്ള് കാടാ പോലെ, നല്ല ഒന്നാം തരം കാടല്ലേ? കാടാണ്, കാട്. അങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങോട്ട് ഇവർ ജസ്റ്റ് ഒരു ഇത് വേരാണോ അമ്മേ? വേരിന് ഇടകളെ പാറ കൊണ്ടുവന്നേക്കുന്നതാണോ? സിമെന്റ് ചെയ്തേക്കുന്നതാണല്ലേ? ആ, പെയിന്റ് ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്ന കൊള്ളാം. നമുക്ക് ആ പാലം ഒന്ന് കണ്ടിട്ട് വരാം. ഇത് ഈ മരം വീണ് കിടക്കുന്നോ? ഈ മരം ഒന്ന് വളഞ്ഞു വീണു. മരം തന്നെയാണോ അല്ലേ? മരത്തിന്റെ പേര് തന്നെ പോളിഷ് ചെയ്തേക്കുന്നത് അല്ലേ? പാലം പോലെ മരം തന്നെയാണത്. അതെ, നമ്മൾ നമ്മുടെ കേവിലെത്തി. നമുക്കേ എന്നാ ഓരോ മഞ്ഞുമേൽ ബോയ്സ് ആണോ ഓരോ ഓർമ്മ വരുന്നത് കണ്ടിട്ട്? അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ടോ നീക്ക്.
വണ്ടി പോകാൻ വേണ്ടി പറഞ്ഞിട്ടേക്കുക. ഓഫ് റോഡ് ഇതാണ് ശരിക്കും. ഇതിനെ വണ്ടി പോകാൻ വേണ്ടി വേറൊരു വഴിയുണ്ടെന്ന് ഇവർ പറഞ്ഞായിരുന്നു. ഓഫ് റോഡ് ആണെന്ന് പറഞ്ഞായിരുന്നു. അതാണ് ഈ കാണുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ വഴിയാ അപ്പ ഇങ്ങനെ പോരുന്നേ? വഴി റെഡിയാക്കി കേൾക്കുക. പറയാനുള്ള നല്ല അടിപൊളി വ്യൂ ആണ്. പക്ഷെ നല്ല കാടാണ്. അപ്പം നമ്മൾ അതനുസരിച്ച് സമയമൊക്കെ നോക്കിയിട്ട് വേണം ഇറങ്ങാൻ എന്നാണ് റിസോർട്ടിൽ നമ്മൾ പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്തായാലും നേരം എടുത്ത് കുറച്ച് സമയമായിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇപ്പം നമുക്ക് തിരിച്ചു പോകാം. ഇതിനകത്തൂടെയാണ് നമ്മൾ വന്ന് ഈ വഴിക്കാണ് വേണം തിരിച്ച് കയറി പോകാനായിട്ട്. അമ്മേ ഇങ്ങോട്ട് നോക്കിയേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല കാടിന്റെ ശബ്ദമല്ലേ? 9 മണി കഴിഞ്ഞു. അമ്മയൊക്കെ നടന്ന് മടുത്തോ? നമുക്ക് ആ റിസപ്ഷൻ്റെ ബിൽഡിങ്ങേ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് നകത്ത് കയറാം. ഞങ്ങളെ വാ വാ. ഇവിടെ ഒരു കുതിര കിടപ്പുണ്ട് കേട്ടോ. ഇവരോടെ കാണാൻ നല്ല രസമുണ്ട്. അടിപൊളിയാണല്ലോ ഇതിനെ കാണാനായിട്ട്. ഇവളെ എങ്ങനെയുണ്ട് ഇവിടെയുള്ള വ്യൂ? നല്ല രസമുണ്ട്. ഫുൾ കാട് കാണാം. കാട് നല്ല ഭംഗിയല്ലേ? അല്ലേ? അവിടെ അങ്ങോട്ടേക്ക് കാണാം. നല്ല ആനക്കാട് കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതിൻ്റെ തൊട്ട് മേളിലാണ്. കണ്ടില്ലേ? ഫുള്ള് കാടാണ്. അതെ. ഇവിടെ ഒരു പിയാനോ ഇരിപ്പുണ്ട്. എൻ്റെ പഴയ പരിചയം വെച്ച് ഞാനൊന്ന് ഉപയോഗിച്ചാലോ എന്ന് ആലോചിച്ചു. പക്ഷേ കണ്ടെന്ന് വെച്ചു. വായിച്ചോക്ക്. കണ്ട ഇത് പിയാനോ അല്ലേ? ഇതിന് സ്വിച്ച് ഇല്ല. ഉണ്ട്. ഇത് അടച്ചു വെച്ചേക്കോ. അവിടെ ഇരിക്കണ്ടോ? അപ്പോൾ നമ്മളിവിടെ എലിക്സർ ഹിൽസിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. ഇപ്പം നമ്മൾ ആനക്കുളം മാങ്കുളം വഴി തിരിച്ചു പോകും. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പ്രതീക്ഷിക്കുന്നു. നിർത്തി കണ്ട് പോവാം. അതെ, കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് ലക്ഷ്മി എസ്റ്റേറ്റ്. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു റോഡാണ്. നമ്മളപ്പോൾ ഇവിടെ ഒരു സ്പൈസസ് ഷോപ്പിൽ കുറച്ച് സാധനം വാങ്ങി കയറി വരുന്ന വഴിക്ക്. നമ്മൾ മൂന്നാറിൽ നേരെ പോകുന്ന ആനയിറങ്കൽ കഴിഞ്ഞ് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചിവിടെ ഇങ്ങനെ മൂന്നാറിൽ നിന്ന് ഇപ്പം നെടുങ്കണ്ടം എത്താറായി. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ താഴെ ഉള്ളൂ നെടുങ്കണ്ടത്തിലേക്ക്. ഇപ്പം നമ്മുടെ ചതുരംഗപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് പയ്യങ്ങ് പോവാണ്. വളരെ കാമാൻ കോയറ്റായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു അരമണിക്കൂർ നെടുങ്കണ്ടത്തിൽ നിന്നൊരു 1 മണിക്കൂർ താഴെയുള്ളൂ കട്ടപ്പന. അപ്പോൾ നമ്മളെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. തിരിച്ച് നമ്മൾ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് 2-2.5 മണിക്കൂർ എടുത്തുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ട്രിപ്പും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.